ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയം. ആദ്യ ബില്ല് അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. ആദ്യ ബില്ല് അവതരിപ്പിച്ചത് 2023 ഓഗസ്റ്റ് 11. പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചത് അമിത് ഷാ. പാർലമെൻറ്റിൽ ബില്ല് അവതരിപ്പിച്ചത് അമിത് ഷാ. പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ചത് 2023 ഡിസംബർ 12. പുതുക്കിയ രണ്ടാമത്തെ ബില്ല് അവതരിപ്പിച്ച 2023 ഡിസംബർ 12. ലോകസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 20-നും രാജ്യസഭ അംഗീകരിച്ചത് 2023 ഡിസംബർ 21-നും. പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. പ്രസിഡന്റിൻ്റെ അംഗീകാരം ലഭിച്ചത് 2023 ഡിസംബർ 25. ഭാരതീയ ന്യായ സംഹിത 2023. 160 വർഷത്തിലധികം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി കൊണ്ടുവന്ന നിയമമാണ് ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ പിതാവ് മെക്കാളെ പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി ഒരു ലോ കമ്മീഷനെ നിയമിച്ച വർഷം 1834. ആദ്യ ലോ കമ്മീഷൻ്റെ ചെയർമാൻ മെക്കാളെ പ്രഭു. ആദ്യ ലോ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് 1837-നും. ഇന്ത്യ ശിക്ഷാ നിയമത്തിന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന കാനിങ് പ്രഭുവിൻ്റെ അംഗീകാരം ലഭിച്ച വർഷം 1860 ഒക്ടോബർ 6. ഇന്ത്യൻ ശിക്ഷാ നിയമം നിലവിൽ വന്നത് 1862 ജനുവരി 1. 2019 ഒക്ടോബർ 31 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നതോടെ ഇന്ത്യൻ ശിക്ഷാ നിയമം ജമ്മു കാശ്മീരിലും ബാധകമായി. 2019 ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വരുന്നതുവരെ ആ സംസ്ഥാനത്ത് നിലവിലുണ്ടായിരുന്ന നിയമസംഹിതയായിരുന്നു റൺബീർ പീനൽ കോഡ്. നിലവിൽ ഇന്ത്യൻ ശിക്ഷാ നിയമം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. IPCയിൽ 23 അധ്യായങ്ങളും 511 സെക്ഷനുമാണ് ഉള്ളത്. ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും 358 സെക്ഷനുകളുമാണ് ഉള്ളത്. ഭാരതീയ ന്യായ സംഹിതയിൽ 20 അധ്യായങ്ങളും 358 സെക്ഷനുമാണ് ഉള്ളത്. 20 അധ്യായങ്ങളും 358 സെക്ഷനും.